ഹായ് നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? ഞാനും ഭയങ്കര ഹാപ്പിയും തന്നെ വേണം പറയാനായിട്ട്. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും പോകുന്നത് എനിക്ക് ഭയങ്കര സ്മൂത്തായിട്ടാണ് തോന്നുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ ആദ്യമൊക്കെ എണീക്കുന്നതിനേക്കാളും ഒരുപാട് നേരത്തെ എണീക്കുന്നുണ്ട്. നേരത്തെ എണീക്കുമ്പോൾ നമ്മളുടെ വീട്ടിലത്തെ ജോലികളൊക്കെ ഏകദേശം നേരത്തെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് നമ്മളുടേതായുള്ള കാര്യങ്ങൾക്ക് ഒരു സമയം കിട്ടുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ ഇത്തിരി ലൈറ്റായിട്ടൊക്കെയാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ പണികൾ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയൊക്കെ ആവും. അപ്പോൾ പിന്നെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്കൊരു സമയം കണ്ടെത്താനായിട്ട് പറ്റില്ല. കാരണം ഫുൾ ടൈം നമുക്ക് വീട്ടിലത്തെ ജോലി തന്നെ ഉണ്ടാവും ചെയ്യാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലത്തെ ഇപ്പോൾ നമ്മൾ ചോറ് കറി വയ്ക്കുക അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കണ്ണൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കും എൻ്റേതായിട്ടുള്ള സന്തോഷങ്ങൾക്കും ഞാൻ ഇമ്പോർട്ടൻസ് വളരെ അധികം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വീട്ടിലത്തെ ജോലികൾ തന്നെ ഒഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇല്ലാണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കണ്ണൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം വീട്ടിലത്തെ പണി കഴിഞ്ഞിട്ട് എനിക്ക് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ലൈഫ് പോയിരുന്നത്. എനിക്ക് വീട്ടിലത്തെ ഒതുക്കലും അടക്കലും മറക്കലും ഒന്നും ഒഴിഞ്ഞിട്ട് എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കണ്ണനെന്ന് പറഞ്ഞാൽ നേരത്തിന് വന്ന് വേഗം ഭക്ഷണം കൊടുക്കുക, അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നതല്ലാതെ അവൻ്റെ കൂടെ ഇരിക്കാൻ, അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികമായിട്ട് നമുക്ക് പ്രശ്നമാണ്. പക്ഷെ ഇപ്പോൾ സ്കൂൾ തുറന്നതിൽ പിന്നെ എൻ്റെ ലൈഫ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്തായിട്ടാണ്. കാരണം 8:45 ആകുമ്പോഴേക്കും വീട്ടിലത്തെ സകല പണിയും കഴിയും. ചോറാവും, കറിയാവും. ഇപ്പോൾ ചപ്പാത്തിയൊക്കെയാണ് മിക്ക ദിവസവും രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് നേരം ഒരുപാട് പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ടൊക്കെയാണ് ഏറ്റവും എളുപ്പം. ഞാൻ ആദ്യമൊക്കെ മിക്കപ്പോഴും പുട്ട് തന്നെ ഉണ്ടാക്കുക. പക്ഷെ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പോലും ഒരു 8:45 ആകുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും. കല്യാണിക്ക് കൊണ്ടുപോകാനുള്ള 2 തരം കറിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചപ്പാത്തിക്ക് ഒരു കറി, പിന്നെ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വീട്ടിൽ നമ്മൾ നല്ല ചക്ക കൊണ്ടുവന്നിട്ടുണ്ടാവും. ചക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് 8:45 ആകുമ്പോഴേക്കും എൻ്റെ സകല പണിയും കഴിയും. പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. 8:45 ആകുമ്പോഴേക്കും ഇന്നിപ്പോൾ ചേട്ടനുള്ളത് കാരണം എനിക്ക് കല്യാണിനെ ചേട്ടൻ കൊണ്ടുവന്ന് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി വേണ്ടായിരുന്നു, ഞാൻ തന്നെ കൊണ്ടുവിടുകയാണെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും എൻ്റെയും കൂടെ കുളിയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ കല്യാണി ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുൻപ് ഞാൻ കാണിച്ചു, രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ച് എന്ത് സ്നേഹത്തിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നേ. കണ്ണുകുട്ടി എണീറ്റ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുക്കർ വിസിലടിച്ചായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് കണ്ണനെ എണീറ്റിട്ടുണ്ടായിരുന്നു. കല്യാണി നല്ല ഉറക്കമായിരുന്നു. അവളൊരു 8 മണി വരെയൊക്കെ ഏകദേശം കിടന്ന് ഉറങ്ങി കേട്ടോ. എണീറ്റ് വന്നപ്പോഴേക്കും എല്ലാം ടേബിളിൽ റെഡിയായിരുന്നു. അവൾക്ക് കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കണ്ണന് കൊടുക്കാനുള്ള സാധനങ്ങളും എല്ലാം റെഡിയായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കണ്ണന് ഭക്ഷണം കൊടുക്കാനും ഇരിക്കാം. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ വേഗം ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് June 5 പരിസ്ഥിതി ദിനമാണല്ലേ. അപ്പോൾ ഇന്ന് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് കല്യാണിക്ക് 1-2 സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു പോട്ടിൽ ചെറിയൊരു പ്ലാന്റൊക്കെ വെച്ച് അങ്ങനെയും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ വെച്ച് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഐറ്റം, ഒരു ഡെക്കറേഷൻ ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കി യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഇരുന്നിട്ട് അതൊക്കെയായിരുന്നു കേട്ടോ പണി. ഞങ്ങൾ കല്യാണിക്ക് ഇങ്ങനെ ചെറിയൊരു ഒരു ആൻറ്റിക് ലുക്ക് വരുന്നൊരു ചെറിയൊരു ഷോ പീസ് പോലെയൊക്കെ ഞാൻ ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അതാണ് മനസ്സിൽ ഉണ്ടാക്കാമെന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു ആൻറ്റിക്കിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ബ്ലാക്കിൽ എന്തെങ്കിലും കോപ്പറോ അങ്ങനെ എന്തെങ്കിലും ഷെയ്ഡല്ലേ കൊടുക്കുക. ക്ലേ വെച്ചിട്ടാണ് ചെയ്തത്, ബോട്ടിലുമേ ക്ലേ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ബ്ലാക്കിൽ ഒരു കോപ്പറിൻ്റെ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് ഒരു പഴമയുടെ ഒരു ഇതല്ലേ. കല്യാണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതാണ് അമ്മ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. എൻ്റെ നെഞ്ചിലൊരടി കിട്ടിയതുപോലെ എനിക്ക് കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ അച്ചാച്ചൻ പേരയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്കൂൾ വിട്ട് വന്നപ്പോൾ അത് കണ്ടപ്പോൾ പേരയ്ക്ക വാങ്ങിയിട്ടുണ്ടെന്നുണ്ട്. എൻ്റെ അച്ചാച്ചൻ എന്നോട് എന്തൊരു സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണനോട് ഇങ്ങനെ പറയാം, കണ്ണ ഇന്ന് കല്യാണിനെ കൊണ്ടുവന്നൊക്കെ നമ്മൾ പോകുന്നില്ല, എന്ന് അച്ഛനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ്റെ ചങ്ക് തകർന്നു. അല്ലെങ്കിൽ കണ്ണന് രാവിലെ തന്നെയുള്ളൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ അതില്ലാണ്ടായിന്ന് അങ്ങനെ കേട്ടപ്പോൾ കണ്ണൻ എന്നെ ഒരു ദയനീയമായൊരു നോട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അണ്ണ നമുക്ക് നാളെ തൊട്ട് നമുക്ക് പോവാം,
ഇന്നിപ്പോൾ അച്ഛനുള്ളത് കൊണ്ടല്ലേ നമുക്കൊരു ലീവ്, ഏതൊരു ജോലിക്ക് ഒരു ലീവ് വേണ്ട ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സെറ്റാക്കി ഇരുത്തിയിട്ടോ. പിന്നെ കല്യാണിക്കുട്ടി ചെറിയ ക്ലാസ്സിലാണ്, 1ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് സ്കൂളിൽ പോകുന്നതിൻ്റേതായുള്ള ഒരു സീരിയസ്നെസ്സും അവൾക്ക് ഇല്ല മൈൻഡിൽ. അത് കൊണ്ടുപോകണം ഇത് കൊണ്ടുപോകണം അങ്ങനെയൊന്നും. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജൊക്കെ ഇടാം. അപ്പോൾ ഇന്ന് ബുക്കുകളൊക്കെ കൊണ്ടു ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടു ചെല്ലാൻ പറയുന്ന ബുക്കുകളായിട്ട് ഇങ്ങനെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പെരെഴുതിയൊക്കെ വിടാനായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കലും പെരെഴുതലും ചോറും പാത്രം, അല്ലെങ്കിൽ ചോറും പാത്രമൊക്കെ ഇടയ്ക്ക് വന്ന് പൊതിഞ്ഞൊക്കെ കെട്ടാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 8:30 കഴിഞ്ഞപ്പോഴേക്കും ആൾ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് 9 മണി ആവാറാകുമ്പോഴേ അവിടെ സ്കൂളിൽ ആളുകൾ എത്തുന്നുള്ളൂ. അപ്പോൾ കുറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോയി കുറച്ചെത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത് മറ്റേതൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല, ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായില്ല. അപ്പം അച്ഛനും മോളും കൂടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടത്തുന്നത് കണ്ടു കേട്ടോ. കല്യാണിയുടെ യൂണിഫോമിലുള്ള ഫോട്ടോസ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നും ഈ നേരത്തെ ഒരു ഓട്ടപ്പാച്ചിലല്ലേ. അപ്പം ഞാൻ വേഗം വിളിച്ചു, പൂവല്ലേ വേഗം ഇങ്ങോട്ട് വായി സാധനം കൊണ്ടുപോയില്ല. അപ്പം ഞാൻ ആ പോട്ടഡ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പി കട്ട് ചെയ്ത് അതിൽ അങ്ങനെ എന്താ പറയുക ചെറിയ ലെയർ പോലെ കട്ട് ചെയ്ത് ഒന്ന് ഭംഗിയാക്കിയിട്ട് അതിൽ പ്ലാന്റൊക്കെ വെച്ച് അങ്ങനെയും കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ കല്യാണം ഇങ്ങനെ നോക്കി നിൽക്കുക, അമ്മ എന്താ ഈ കാണിക്കണേന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ക്രിയേറ്റിവിറ്റിയൊക്കെ അടിപൊളിയാണ്, അമ്മ അടിപൊളിയായിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ ഭയങ്കര തള്ളി മറിക്കലൊക്കെയാണ്. പിള്ളേരുടെ അടുത്തല്ലേ തള്ളി മറിക്കാൻ പറ്റുള്ളൂ, വലിയവരുടെ അടുത്തൊക്കെ തള്ളി മറിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെ ആകെ ചുരുട്ടി കൂട്ടി താഴേക്ക് ഇടും. അപ്പോൾ അതുകൊണ്ട് കല്യാണിയുടെ അടുത്ത് ഞാൻ ഭയങ്കര തള്ളലൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി. അപ്പോൾ ചേട്ടൻ ഇന്നൊരാവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ലീവ് എടുത്തത്. പക്ഷേ ചേട്ടൻ ആ ആവശ്യം നടന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്ന് ഇരിഞ്ഞാലക്കുടയ്ക്ക് പോകണമായിരുന്നു. പ്രത്യേകിച്ചൊന്നുമല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളപ്പം കുളി കഴിഞ്ഞ് ഞാൻ ചേട്ടന് പോവുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ആവശ്യം നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒന്ന് പോവാം, ടൗണിൽ പോകേണ്ട 1-2 ആവശ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് പോയിട്ടോ. അപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻകുട്ടി പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ആ ടോമീനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ എക്സ്ട്രാ ഹാപ്പിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ആ ടോമീനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനും പിടിച്ചപ്പോൾ നമ്മൾ അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ കണ്ണ, അതിന് നമ്മൾ കൊണ്ടുപോകില്ല, അതിന് ഇവിടെ കിടത്തിയിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കണ്ണൻ ചിരിക്കുകയാണ്. കണ്ണന് നമ്മളിങ്ങനെ എന്താ പറയുക, അവൻ്റെ അടുത്ത് അവൻ്റേതായുള്ള ഒരു ലെവലിലുള്ള ടോക്കായിട്ട് നിൽക്കണം നമ്മൾ, അല്ലാതെ സെൻറ്റിങ് കാര്യങ്ങളൊന്നും ആൾക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ തോളിൽ കിടന്നിട്ട് എനിക്ക് ഡോറടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെയാണ് തോളിൽ കിടന്നിട്ട് മറയുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയേക്കല്ലേ, അത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് ആൾ കിടന്ന് പെടയായിരുന്നു. പിന്നെ കുറേ നേരം ഞാൻ സീറ്റിൽ എൻ്റെ മടലിൽ ഇരുത്തിയിട്ടോ. പിന്നെ ഞാൻ 1-2 സ്ഥലത്തൊക്കെ എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവൻ്റെ സീറ്റിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ അതിലിരിക്കും. പക്ഷെ അവൻ്റെ സീറ്റിലിരുത്തി കഴിയുമ്പോഴേ ഇങ്ങനെ ചാരിയല്ലേ ഇരിക്കുക. ഞാൻ എൻ്റെ മേത്തേക്ക് ചാരി വെക്കില്ലേ അവനെ, ഞാൻ അവനെ തല നേരെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്തി ഇങ്ങനെ ഇരുത്തുള്ളൂ. അല്ലാതെ ചാരി ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറം അവൻ്റെ ഭയങ്കരമായിട്ട് ചൂടാവുന്നത് പോലെ തോന്നും. അപ്പോൾ കുറേ ബലം പിടുത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആളെ ചെയറിൽ ഇരുത്തിയിട്ടോ. പിന്നെ അവിടെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ആളെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ. വീട്ടിലിരുന്ന് ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ കാണാൻ ഇറങ്ങിയത്. നോക്കിയപ്പോൾ നല്ലൊരു ഡ്രസ്സായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലിടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ മാറാനൊന്നും നിൽക്കണ്ട കണ്ണാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേ ഫസ്റ്റ് ക്രൈയിലൊന്ന് കയറി കണ്ണൻ്റെ എങ്ങോട്ടെങ്കിലും ഫുഡ് നമ്മൾ പെട്ടെന്ന് തന്നെയൊക്കെ പോകുമ്പോഴേ ഞാൻ ഒന്നെങ്കിൽ ഓട്സിൻ്റെ കുറുക്കോ അല്ലെങ്കിൽ പഴം പുഴുങ്ങി കുറുക്കോ ഒക്കെയാണ് ഒരു ഫുഡൊക്കെ പിടിച്ചാൽ മതി എന്നുള്ളതിൽ ഞാൻ ഇങ്ങനത്തെ സ്പൂണുള്ള ബോട്ടിലാണ് അവന് ഫുഡ് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോട്ടിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, അതൊരു കുറേ നാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഒരു ബോട്ടിൽ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതിൽ മുൻപുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സ്പൂണിൻ്റെ മുകളിലൊരു അടപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെ പോകുമ്പോഴും ഞാനതൊരു കവർ വെച്ചിട്ട് കെട്ടിയിട്ടൊക്കെയാണ് പോകുക, അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ബാഗിലൊക്കെ പോവും. അപ്പോൾ ഇതാണെങ്കിൽ സ്പൂണിൻ്റെ മുകളിൽ അടപ്പുള്ളതായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ സിലിക്കോണിൻ്റെ വേണ്ട, സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീട്ടിലെത്തി തുറന്ന് നോക്കിയപ്പോൾ അതും സിലിക്കോണായിരുന്നു. സിലിക്കോൺ നല്ലതാണ്, നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിങ്ങനെ കുറുക്കാക്കിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു പിളുങ്ങലാണ് അതിന്. നമുക്ക് പിടിച്ചാൽ കിട്ടില്ല, വേഗം ഫുഡ് പുറത്തേക്ക് പോകും. അപ്പോൾ പിള്ളേർക്ക് അത് വായിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടും. കണ്ണനാണെങ്കിൽ ഒരു സ്പൂൺ കൊടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്പൂൺ കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് നേരം അവനെ എക്സസൈസ് ചെയ്തപ്പോൾ തൊട്ട് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്തെങ്കിലുമൊക്കെ കണ്ണനിങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവൻ കാല് നിലത്ത്
ഉറച്ച് പണ്ടത്തെ പോലെ അവൻ നിൽക്കുന്നില്ല എന്നുള്ളത്. അതിങ്ങനെ മൈൻഡിൽ കിടക്കുന്ന ഒരു വിഷമമാണ്. പക്ഷേ എനിക്കതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്ത നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് എത്തിക്കാതിരിക്കുന്നത്. അപ്പം എൻ്റെ സാഹചര്യങ്ങൾ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എനിക്കതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും ഉണ്ടായിരുന്നില്ല, സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നൊരു വിങ്ങലായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ കുറച്ച് നേരമൊക്കെ നിർത്തിയപ്പോൾ കുറച്ച് നേരമെങ്കിലും അവൻ കാല് നിലത്ത് പാദമൊക്കെ കുത്തിയൊക്കെ നിന്നപ്പോൾ എനിക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി. ഇനി അവനെ കൊണ്ട് അങ്ങനെ നിർത്തിക്കണം, അവൻ കാല് കുത്തണം പഴയ രീതിയിൽ. പക്ഷെ പഴയ രീതിയിലും ഇപ്പോൾ ഉണ്ടായിരുന്നത് പോയി എന്നല്ല നമുക്ക് പറയാൻ പറ്റും. അവൻ വലുതായി വരികയാണ്. വലുതായി വരുന്നതിനനുസരിച്ചിട്ട് ബോഡിയിൽ പല ചേഞ്ചസും ഉണ്ടാകും അല്ലേ. ഇപ്പോൾ CP ഉള്ള ഒരു കൊച്ചിനെ തന്നെ നമ്മൾ ഒരു വയസ്സിൽ കാണുന്നതും ഒരു 15 വയസ്സിൽ കാണുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ CP ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു വയസ്സിലൊരു നോർമൽ കുഞ്ഞിൻ്റെ പോലെ ഇരിക്കുള്ളൂ ആ കുട്ടി. വേറെ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഓട്ടിസം കുഞ്ഞുങ്ങളാണെങ്കിലും മുഖത്തിനൊക്കെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. മുഖമൊക്കെ അവർക്കൊരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാവും ഓട്ടിസം കുട്ടികൾക്ക്. എന്തെങ്കിലും ഭയങ്കര തടിച്ച് അങ്ങനെയൊക്കെയുള്ള മുഖമൊക്കെ ആയിരിക്കും. പക്ഷേ CP കുട്ടികൾക്ക് മുഖത്തിനൊന്നും ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നല്ല കണ്ടു കഴിഞ്ഞാൽ ഒരു നോർമൽ കുഞ്ഞിൻ്റെ മുഖമൊക്കെ ആയിരിക്കും ഈ CP കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ കണ്ണനെയൊക്കെ സംബന്ധിച്ചിട്ട് കണ്ണൻ ജന്മന CP അല്ല, അവനങ്ങനെ സെറിബ്രൽ പൾസി എന്ന് പറയുന്നൊരവസ്ഥയിലല്ല അവൻ ജനിച്ചത്. അത് നോർമൽ കുഞ്ഞായിട്ട് ജനിച്ച കുഞ്ഞാണ്. അവൻ്റെ ആ ഒരു 5 മാസത്തിൽ ബ്രെയിനിൽ വന്നൊരു ഇൻഫെക്ഷൻ മൂലമാണ് അവൻ സെറിബ്രൽ പൾസി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ അവൻ നോർമലായിട്ട് ജനിച്ചിട്ട് അവൻ്റെ ഒരു ഏജിൽ വന്നിട്ടുള്ള ഒരു അസുഖം മൂലമാണ് അവൻ അങ്ങനെയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ പല കുഞ്ഞുങ്ങളെയും കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലെ. എനിക്ക് നല്ല അടുപ്പമുള്ളൊരു ശരത്ത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇപ്പം ഇല്ല കേട്ടോ, മരണപ്പെട്ടു പോയി. കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ചേട്ടൻ തന്നെ വേണം പറയാനേക്കാളും വയസ്സൊക്കെ മൂത്തതായിരുന്നു. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഏജിലൊക്കെ കാണുമ്പോൾ വളരെ അവശനായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ ചെറുപ്പത്തിലത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സാധാരണ ഒരു കുഞ്ഞ് അതങ്ങനെയാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ മാറ്ററിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ കുറേ നേരം ഞാൻ കുമ്പിടുന്നപ്പോഴേ ഞങ്ങൾ വന്ന് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ നേരം കുമ്പിട്ടുന്നപ്പോൾ എനിക്കും പറ്റുന്നില്ല കേട്ടോ. ഞാനപ്പോൾ അവിടെ ഇങ്ങനെ ഇരുത്തിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പിന്നെ ഞാൻ നിർത്തി നോക്കിയപ്പോൾ പാദം നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ പാദം കുത്തുന്നുണ്ട്. ഇന്നലെ ഒരു കാലിനെ കുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കണ്ണനെ ഇങ്ങനെ കെടുത്തി നോക്കുമ്പോഴേ അതിലൊരു കാലിന് നീളം കൂടുതലും ഒരു കാലിന് നീളം കുറവുമാണ്. അത് അങ്ങനെയല്ല കേട്ടോ, നമുക്ക് തോന്നുമ്പോൾ ശരിക്കും അങ്ങനെയാണ് കാണുക. പക്ഷെ അത് അവൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്ത് ഒരു എല്ല് കയറി നിൽക്കുകയാണ്. അവിടെ ഒരു ഡിസ്ലൊക്കേഷൻ വന്നിട്ട് അവിടെ ഇങ്ങനെ തിരിച്ചിങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാദം നോക്കുമ്പോൾ ഒരു പാദത്തിന് നീളം കൂടുതൽ ഒരു പാദത്തിന് നീളം കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നീളം കൂടുതൽ നീളം കുറവല്ല, ഇടുപ്പിൻ്റെ അവിടെ വന്നുള്ള ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ കുറച്ച് നേരം അങ്ങനെ വീഡിയോയിൽ കണ്ട നേരമല്ല കേട്ടോ, അതിലും കൂടുതൽ നേരം ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് വീഡിയോസൊക്കെ ഓൺ ചെയ്തിടുന്നതിനൊരു ലിമിറ്റേഷൻ ഇല്ലേ. പക്ഷെ കണ്ണൻ്റെ മുന്നിൽ ക്യാമറ ഓണാക്കി വെക്കാറുണ്ട് കേട്ടോ ഞാൻ. അവന് പറ്റിക്കാറുണ്ട്. ചിലപ്പോൾ ക്യാമറ ഓഫായിരിക്കും, പക്ഷെ കണ്ണനോട് പറയും കണ്ണ ക്യാമറ ഓണാണ്. അപ്പോൾ അവനൊന്നും കൂടി ഇൻട്രസ്റ്റ് ആ ക്യാമറ ഓണല്ലേ, അതിൽ കാണില്ലേ. അപ്പോൾ എനിക്ക് കൂടുതലും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ ഒരു തോന്നൽ കണ്ണനുണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ചില സമയത്ത് എൻ്റെ ഫോണിൽ എപ്പോഴും സ്റ്റോറേജ് ഭയങ്കര ഫുള്ളായിരിക്കും. എപ്പോഴും ഇങ്ങനെ വീഡിയോസുകൾ എടുക്കൽ, പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ GB കൂടുതലായിട്ടായിരിക്കും വരിക. അപ്പോൾ എനിക്ക് ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല നല്ല മൊമെൻറ്റ്സ് കിട്ടുമ്പോൾ പോലും ഞാൻ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ കണ്ണന് എന്തെങ്കിലും തെറാപ്പിയൊക്കെ ചെയ്യാനിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ വെറുതെ ട്രൈപോഡിൽ ഫോൺ കൊണ്ടുവന്ന് വയ്ക്കും. അതിപ്പോൾ ഞാൻ പഴയ ഏതെങ്കിലും ഫോൺ വെച്ച് പറ്റിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. കാരണം അവനറിയാം അമ്മ ഏത് ഫോണിലാണ് ഷൂട്ട് ചെയ്യുക, അമ്മ എന്താണ് ചെയ്യുക, അതൊക്കെ അവനറിയാം. അപ്പോൾ അങ്ങനെ പറ്റിക്കലൊന്നും നടക്കില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കത് മനസ്സിലാവുകയും ചെയ്യും, ആൾ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എണീറ്റ് ഇങ്ങനെ ഇരുന്നതാട്ടോ, വെറുതെ മടിയിൽ വെച്ച് ഇങ്ങനെ അവിടെ നിലത്തിരുന്നതാ. അപ്പോൾ ഇങ്ങനെ ഇരുത്തിയപ്പോൾ ശരിക്കും കുഞ്ഞിക്കാലമൊക്കെ കണ്ട് ചമണം പടഞ്ഞിരിക്കണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൈപോഡ് ഊരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ ഒന്നും എടുക്കണം എന്ന് വിചാരിച്ചിട്ടേ അല്ല കേട്ടോ. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി. ശരിക്കും ഇങ്ങനെ കാല് ശരിക്കും ഇങ്ങനെ മടക്കി ചമണം പടഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കാൻ അവനറിയില്ലായിരുന്നു.
അപ്പോൾ ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ കണ്ട ശരിക്കും ക്രോസാണ് ആ ഭാഗം. കറക്റ്റായിട്ടാണ് അവൻ ആ ഭാഗം വന്നിരിക്കുന്നത്. പിന്നെ നടുവിൻ്റെ ഒരു വളവ് അതവനുണ്ട്, അത് കാരണം ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകണു. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നലത്തേക്കാളും ബെറ്ററായിരുന്നു ഇന്നത്തെ ഞാൻ എക്സസൈസ് ചെയ്യാൻ ഇരുത്തിയപ്പോൾ. അതിന് ചിലപ്പോൾ ഇന്നത്തേക്കാളും ബെറ്ററാക്കും ചിലപ്പോൾ അവൻ നാളെ. അപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഞാനിവിടെ തനിച്ചായത് കാരണം എന്തൊരു കാര്യത്തിനും ഞാൻ തന്നെ പോകണം. ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചേട്ടൻ അങ്ങനെ ഒന്നിനും പറ്റില്ല. ആളുടെ സാഹചര്യം അങ്ങനെയാണ്, ജോലിക്ക് വേണ്ട കാര്യങ്ങൾ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തനിച്ച ആളുകൾ ചിലപ്പോൾ ഞാനിങ്ങനെ സാഹചര്യം സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവും അതിൽ കാണാം. കാരണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള തിരക്കൊക്കെ പോരെ എന്നും വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ആരും മനസ്സിലാക്കേണ്ട ആവശ്യവും എനിക്കില്ല. പക്ഷേ അത് നമ്മളുടെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയാൽ മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനത് എത്രയൊക്കെ തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് നാളെ ഇതിലും കൂടുതൽ പ്രതീക്ഷിക്കാം അല്ലേ. കണലിൽ നിന്ന് അടുത്ത വീഡിയോയിൽ കാണാം.